ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ ഒരു വീഡിയോ ആണ്. ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ലബ്ബ്, പതിമംഗലാണ് എൻ്റെ സ്വദേശം, മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ഗിഫ്റ്റുമായിട്ട് വന്നു. വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു, വല്ലാത്തൊരു സന്തോഷ നിമിഷങ്ങളായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു ക്ലബ്ബാണ് മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പം ഇവർ തന്നൊരു ഗിഫ്റ്റ് ഇതാണ്. നമുക്കിതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മകനാണ് ഇത് അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പം ആൾ നല്ല ഇതിൽ കത്രികയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാനും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ആയിട്ടാണ് പക്ഷെ ഇത് തുറന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അതിന് എന്തായാലും ഒരു പെന്നായാലും പെൻസിലായാലും നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്കതിന് വേറെ ഒരു വാല്യൂ തന്നെയാണുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. വാവ്, നമുക്കൊരു ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും ഫേമസ് റൈറ്റർ ലിയോ ടോൾസ്റ്റോയെക്കുറിച്ച് കേൾക്കാത്തവരാരുമില്ല, അല്ലേ? ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരനീന എന്ന ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ബുക്കാണല്ലേ? ഈ ബുക്കിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അന്ന കരനീനയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ലിയോ ടോൾസ്റ്റോയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ് അന്ന കരനീന. അപ്പം പ്രണയത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഇടവേളയായിരുന്നു അന്ന കരനീനയ്ക്ക് തൻ്റെ ജീവിതം. തൻ്റെ സ്വത്വ സാക്ഷാത്കാരത്തിനു വേണ്ടി ശ്രമിച്ച അന്ന കരനീനയുടെ ജീവിത കഥയാണ് ഇതിൽ പറയുന്നത്. ആരെ ഇൻസ്പയർ ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റാണ്. ബുക്ക് ഓൾറെഡി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും ഒരാൾ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വീട്ടിൽ വന്ന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ, നമുക്കൊരു ആദരവ് പോലെ നമ്മളെ കണ്ട് നമുക്കൊരു ഗിഫ്റ്റൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. എനിവേ, നിങ്ങളിൽ ഒരുപാട് പേര് ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. വാട്സപ്പിലായാലും നമ്മുടെ യൂട്യൂബ് കമൻസിലായാലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. ടീച്ചേഴ്സ് ഡേയിൽ ഒരു കൊച്ചു അധ്യാപിക എന്ന നിലയിൽ എന്നെയും ഓർത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. ഓക്കെ ഡിയേഴ്സ്, ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക്